എയർക്രാഫ്റ്റ് കാരിയർ എന്നത് ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്, പ്രധാനമായും ഒരു രാജ്യത്തിന്റെ നാവികസേനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നോക്കിയാൽ ഇന്ന് ലോകത്തിൽ ചുരുക്കം ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമേ വിമാനവാഹിനി കപ്പൽ സാങ്കേതിക വിദ്യയുള്ളൂ. അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും ചില രാജ്യങ്ങൾ മാത്രമാണ്. അടുത്തിടെ ഒരു അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് കാരിയർ ലോഞ്ച് ചെയ്തത് ചൈനയാണ്. ആ കപ്പലിന്റെ പേര് ഫ്യൂജിയൻ എയർക്രാഫ്റ്റ് കാരിയർ എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നതും എയർക്രാഫ്റ്റ് കാരിയർ എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്, അതിന് ഇത്ര പവർ ഉണ്ടെന്നും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ടെക്നിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. കഴിയുന്നത്ര ഒരു എയർക്രാഫ്റ്റ് കാരിയർ എങ്ങനെ വർക്കാകുന്നു, ഇതിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അറിയാത്ത ചില കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വിശദമായി അറിയാം. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. എയർക്രാഫ്റ്റ് കാരിയർ, വിമാനവാഹിനി കപ്പൽ. ഇതിന്റെ ഒരു ആദ്യത്തെ തുടക്കം അല്ലെങ്കിൽ ആദ്യമായി ഈ സാങ്കേതിക വിദ്യ നിർമ്മിക്കുന്നതിൽ ജർമ്മനിയായിരുന്നു മുൻപന്തിയിൽ. എന്നാൽ പിന്നീട് യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടതിന് ശേഷം ആദ്യമായി ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ സക്സസ്ഫുള്ളായി നിർമ്മിച്ചു കാണിച്ചത് അമേരിക്കയാണ്. ഇന്ന് ലോകത്തിലുള്ളതിൽ മോസ്റ്റ് പവർഫുൾ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അത് അമേരിക്കയുടെ പക്കൽ മാത്രമാണുള്ളത്. അപ്പോൾ അടുത്ത ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ എയർക്രാഫ്റ്റ് കാരിയർ സാങ്കേതിക വിദ്യയിൽ പതിയെ പതിയെ വളരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പക്കലും കൺവെൻഷണൽ പവേർഡ് എയർക്രാഫ്റ്റ്സ് ഉണ്ട്. ശരി, ചൈനയുടെ ഫ്യൂജിയൻ ക്ലാസിനെയാണ് നമ്മളൊരു എക്സാമ്പിളായി എടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒരു രാജ്യത്തിന് എന്തിനാണ് ആവശ്യം, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കൂ. കൂടുതലായും വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ എന്നത് സ്വന്തം രാജ്യത്തിന്റെ ഡിഫൻസ് എന്നതിനപ്പുറം മറ്റ് രാജ്യങ്ങളിൽ പവർ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒന്നാണ്. അതായത് നമ്മുടെ കടൽ അതിർത്തികൾ സംരക്ഷിക്കണം, നമ്മൾ ആ റീജിയണിൽ ഡോമിനൻ്റ് ആയിരിക്കണം എന്നതിനപ്പുറം മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ പവർ കാണിക്കണം എന്ന കാറ്റഗറിയിലാണ് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ വരിക. കാരണം അത്രത്തോളം മോസ്റ്റ് പവർഫുൾ അസറ്റാണിത്. ഇന്നുള്ള മോഡേൺ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എല്ലാം അത്രത്തോളം ഡെഡ്ലിയസ്റ്റ് ആയിട്ട് നിർമ്മിക്കുന്നുമുണ്ട്. ഈ ബാറ്റിൽ ഗ്രൂപ്പിന് തന്നെ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് സപ്പോർട്ടായി അന്തർവാഹിനികൾ, അണുവായുധ അന്തർവാഹിനികൾ, ഡെസ്ട്രോയ്സ്, ഫ്രിഗേറ്റ്സ്, ഇങ്ങനെ ഒരു വലിയ പടയായി തന്നെയാണ് കടലിലേക്ക് പോകുന്നത്. ശരി, എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്റെ ആവശ്യകത മനസ്സിലായി. ഇപ്പൊ ചൈനയുടെ പക്കൽ ഏത് തരത്തിലുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, ഇതിന് മുൻപ് അവരുടെ പക്കൽ എത്രയുണ്ടായിരുന്നു? ഇപ്പോൾ ചൈനയുടെ പക്കൽ മൊത്തം 3 വിമാനവാഹിനി യുദ്ധക്കപ്പലുണ്ട്. ഒന്നിന്റെ പേര് ലിയോണിംഗ്, രണ്ടാമത്തേത് ഷാൻഡോങ്. ഇപ്പോൾ സീ ട്രയൽസിൽ ഉള്ളതാണ് ഈ ഫ്യൂജിയൻ ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അടുത്ത് അവരുടെ പക്കൽ വീണ്ടും 2-3 എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്റെ പ്രോജക്റ്റ് ഉണ്ട്. അത് ന്യൂക്ലിയർ പ്രൊപ്പൽഷനുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. അതായത് ആണവോർജ്ജത്തിലൂടെ പവർ പ്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെ കപ്പൽ പ്രവർത്തിക്കുന്ന രീതി. അപ്പോൾ ഫ്യൂജിയൻ ക്ലാസ് എന്നത് പൂർണ്ണമായും കൺവെൻഷണൽ ക്ലാസ് ആണ്, ഡീസൽ പവേർഡ് ആയിരിക്കും. ഫ്യൂജിയൻ ക്ലാസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്, ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെയിറ്റ് എന്താണ്, ഇതൊക്കെയാണ് അടുത്ത ചോദ്യം. ഈ വിമാനവാഹിനി കപ്പലിന്റെ ഭാരം മൊത്തം 85,000 ടണ്ണോളം വരുന്നുണ്ട്. 85,000 ടണ്ണാണെങ്കിൽ ഒരു ഹെവി വെയ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ കാറ്റഗറിയിലായിരിക്കും വരിക. അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS നിമിറ്റ്സ് ഈ കാറ്റഗറിയിലുള്ളതെല്ലാം 1,00,000 ടണ്ണിലധികം ഭാരമുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലുള്ള INS വിശാൽ, INS വിക്രമാദിത്യ, ഇതെല്ലാം മീഡിയം വെയിറ്റ് കാറ്റഗറിയിലാണ് വരിക. 35,000 മുതൽ 45,000 ടൺ. ഇതോടുകൂടി ആ കാറ്റഗറി അവസാനിക്കും. അങ്ങനെ നോക്കിയാൽ ചൈനയുടെ ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നത് ഒരു ഹെവി വെയിറ്റ് കാറ്റഗറിയിൽ വരുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ്. ഇപ്പൊ ചൈനയുടെ ഈ ഒരു കപ്പലിൽ നിന്നും എത്ര വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും, ഇതാണ് അടുത്ത ചോദ്യം. ഇതൊരു ഹെവി വെയിറ്റ് കാറ്റഗറിക്ക് കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഇതിനെ കൊണ്ട് 55 മുതൽ 65 യുദ്ധവിമാനങ്ങൾ വരെയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഹെലികോപ്റ്റേഴ്സും ഇതിൽ ഉൾപ്പെടും. അങ്ങനെ നോക്കിയാൽ ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില യുദ്ധവിമാനങ്ങൾ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള J-35, J-15T നാവൽ ഫൈറ്റർ ജെറ്റ്, KJ-600 ഏർലി വാർണിംഗ് റേഡർ ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ്, AWACS യുദ്ധവിമാനം എന്ന് പറയാം. അപ്പോൾ ഇവയെല്ലാം ഈ വിമാനത്തിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിയും. ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ഒരു AWACS പ്ലെയിനെയോ പ്രധാനപ്പെട്ട ചില നേവൽ വേരിയന്റിലുള്ള യുദ്ധവിമാനങ്ങളെയും പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാറ്റപോൾ എന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം ഉണ്ടാകണം. അതല്ലെങ്കിൽ സ്റ്റീം പവേർഡ് ലോഞ്ച് സിസ്റ്റം എങ്കിലും ഉണ്ടാകണം.
മുൻപ് ചൈനയുടെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം സ്റ്റോബാർ മെക്കാനിസത്തിലുള്ളതായിരുന്നു. ആദ്യം ഈ സ്റ്റോബാർ കാറ്റപോൾ മെക്കാനിസം ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയണം. സിമ്പിളായി പറയാം, INS വിക്രമാദിത്യ, റഷ്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ അല്ലെങ്കിൽ കൺവെൻഷണൽ എയർക്രാഫ്റ്റ് കാരിയറിലെല്ലാം മുൻപിൽ ചെറിയൊരു ഉയരമുള്ള പോർഷൻ ഉണ്ടാകും. ഇതിൽ നിന്നാണ് വിമാനങ്ങൾ ടേക്ക് ഓഫ് ആകുന്നത്. ഇതിനെയാണ് സ്റ്റോബാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് സ്റ്റീം ടൈപ്പ്, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം. ഈ സ്റ്റീമിൽ സംഭവിക്കുന്നത് ഹെവി സ്റ്റീംസ് ഗ്യാസ് ചാമ്പേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഈ ഒരു സ്റ്റീം വളരെ ഉയർന്ന സമ്മർദ്ദത്തിലായിരിക്കും സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. തുടർന്ന് സിലിണ്ടറിലെ ഈ പിസ്റ്റൺ, ഒരു തടിക്കുറ്റി പോലുള്ള ഭാഗം, ഇത് വാതകത്തിന്റെ സമ്മർദ്ദം മൂലം വേഗത്തിൽ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങും. ഈ പിസ്റ്റനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിൾ വഴി വിമാനം റൺവേയിൽ നിന്നും വളരെ വേഗത്തിൽ പറന്നുയരുന്നു, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് തള്ളുന്നു. നിങ്ങൾ അമേരിക്കയുടെ വ്യോമസേനയിലുള്ള വിമാനങ്ങളെയൊക്കെ നോക്കിയാൽ ഈ വിമാനത്തിന്റെ എൻജിൻ ഓൺ ആകുമ്പോൾ തന്നെ താഴെ നിന്നും ഒരു എക്സ്റ്റേണൽ ട്രിഗർ പോയിന്റ് വഴി വിമാനം പറക്കുന്നത് ശ്രദ്ധിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഹെലികോപ്റ്റേഴ്സ് വിമാനങ്ങളിലൊക്കെ പുറകിലായ ഒരു ചെറിയ വയർ പോലുള്ള അല്ലെങ്കിൽ വലിച്ചു വിടേണ്ട ഒരു നൂൽ പോലുള്ള ഒരു പോർഷൻ ഉണ്ടാകും. ഈ നൂൽ പുറകിലേക്ക് വലിച്ചത് റിലീസ് ചെയ്യുമ്പോൾ വിമാനം മുന്നിലേക്ക് പോകും. അതേ മെക്കാനിസത്തിലാണ്. ഇതാണ് കാറ്റപോൾ അല്ലെങ്കിൽ കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സ്റ്റീം മെത്തേഡിനാണ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൽ ഇത് എങ്ങനെ വർക്കാകുമെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റ്സിൽ കറണ്ട് പാസ്സാകുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് ചെയ്യുന്നത് ഇടയിലുള്ള ഓബ്ജക്ട്സിനെ അതിൻ്റെ സൈഡിനനുസരിച്ചതുപോലെ ഏത് പോളിലാണോ അത് ഫേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സൈഡിനനുസരിച്ച് അതിനെ വലിച്ചു പുറത്തേക്ക് തള്ളും. ഇതേ മെത്തേഡിൽ മുകളിലുള്ള ലോഞ്ച് പാഡ് എന്നത് താഴെയുള്ള ഒരു ഹെവിയസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റുമായി കണ്ടക്ട് ആയിട്ടുണ്ടാകും. ഇവർ ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനായി പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, ഒരു ഹെവി ബേസ്റ്റ് ഒരു പ്രത്യേക ടൈമിൽ നൽകാനുള്ള സെറ്റപ്പിലെല്ലാം വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ മുകളിൽ എയർക്രാഫ്റ്റ് നിർത്തി വെച്ചിട്ടുണ്ട്. താഴെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഉണ്ടാകുന്ന EMF, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നത് താഴെയുള്ള ആ പോയിന്റിനെ വളരെ ഫോഴ്സായി പുറത്തേക്ക് തള്ളും. അപ്പോൾ മുകളിലുള്ള എയർക്രാഫ്റ്റ് ഇതുമായി കണക്ട് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അതേ ദിശയിൽ വലിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളും. ഇതാണ് ഒരു വ്യത്യാസം. ഇവിടെ സ്റ്റീം അല്ല ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് കാരിയർ എന്താണെന്ന് അറിഞ്ഞു, ചൈനയുടെ പക്കലുള്ളത് ഏതാണെന്ന് അറിഞ്ഞു, ഏതൊക്കെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു, അതെങ്ങനെ ലോഞ്ച് ചെയ്യുന്നു എന്നെല്ലാം അറിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്, ഈ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ടോപ്പിക്കാണ്. അത്ര പെട്ടെന്ന് അത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. സാധാരണ വീഡിയോസ് പോലെ 10-12 മിനിറ്റിൽ ഇത് അവസാനിക്കുകയുമില്ല. ഇത് വലുതാണ്, പക്ഷെ കേൾക്കാൻ നന്നായിരിക്കും. അടുത്ത എയർക്രാഫ്റ്റ് കാരിയറിനുള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പം നമ്മൾ അറിഞ്ഞതെല്ലാം മുകളിലുള്ള കാര്യമാണ്. ഇനി അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാകും? അതിൻ്റെ വെപ്പൺ ആർമമെന്റ്സ് എന്തെല്ലാം? ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇതിൽ പല തരത്തിലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ പല തരത്തിലുള്ള അടുക്കുകൾ ഉണ്ടാകും. ഇതിനെല്ലാം ഡെക്സ് എന്ന് പറയും. മുകളിലുള്ളത് റൺവേ, അവിടെ ചില പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് മാത്രമാണ്. എന്നാൽ ഈ റൺവേക്ക് കീഴിൽ ഒരു പ്രത്യേക ലോകം തന്നെയുണ്ട്. ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സൈസിനനുസരിച്ചതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സും അധികമാണ്. ഉദാഹരണത്തിന് അമേരിക്കയുടെ നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ 5800-6000 പേരോളം ജോലിക്കാരായുണ്ട്. അതിലെ ഒരു 2800ഓളം പേർ കപ്പലുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ബാക്കിയുള്ളത് വിമാനത്തിന്റെ എഞ്ചിനീയേഴ്സ്, എയർ ക്രൂ, ഇതുമായി ബന്ധപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ടൗണിനെ തന്നെ ചുമന്നു കൊണ്ടുപോകുന്ന വലിയൊരു സ്ഥലമാണ് എയർക്രാഫ്റ്റ് കാരിയർ. ഇത്രയും പേരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സപ്ലൈസും അവിടെ ഉണ്ടാകണം. അത്രത്തോളം അതിനുള്ളിൽ സ്ഥലവുമുണ്ട്. മാത്രവുമല്ല ഈ ഡെക്സിനെ ഇവർ ഇങ്ങനെ വിഭജിക്കുമല്ലോ. ഈ വിമാനങ്ങളെല്ലാം താഴെയുള്ള 3-ാമത്തെയോ 4-ാമത്തെയോ ഡെക്കിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അവിടെ നിന്ന് ഈ വിമാനങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരാനായി എലിവേറ്റേഴ്സ് ഉപയോഗിക്കും. ഇത് ആ വിമാനവാഹിനി കപ്പലിന്റെ സൈഡ് വേർഡ്സിൽ എക്സ്റ്റെൻഡ് ആയി വരും. മാത്രമല്ല ഇവിടെ ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യാനായി ഇവർ ഉപയോഗിക്കുന്നത് F-76 കാറ്റഗറിയിലുള്ള സൈനികർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സൾഫർലെസ് ഡീസലാണ്. ഇതിന്റെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി, പേലോഡ് എന്നത് മാക്സിമം ഫ്യൂവൽ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന കപ്പാസിറ്റി 12 മില്യൺ ലിറ്റേഴ്സോളം ഇവയെ കൊണ്ട് ഫ്യൂവൽ എടുത്തുകൊണ്ടുപോകാൻ കഴിയും. ഇത് F-76 കാറ്റഗറിയിലുള്ള ഡീസലാണ്. കൂടെ തന്നെ ഇതിനുള്ളിലെ വിമാനങ്ങൾ, അതിനാവശ്യമായ ജെറ്റ് ഫ്യൂവൽ എല്ലാം ചേർത്ത് വെച്ചാൽ 12-13 മില്യൺ ടൺസോളം എടുത്തുകൊണ്ട് പോകാൻ കഴിയും. 13 മില്യൺ ടൺസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര വലുതല്ലേ? ഒരു ടൺ തന്നെ 1000-1200 ലിറ്ററോളം വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇത് അത്ര വലുതാണല്ലോ. ഈ കപ്പൽ ഇത്രത്തോളമൊക്കെ സ്റ്റോർ ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. ക്യൂൻ എലിസബത്ത് കാറ്റഗറിയിൽ UK യുടെ പക്കൽ ഒരു യുദ്ധക്കപ്പലുണ്ട്. ഇതിന്റെ മാക്സിമം വൺ വേ റേഞ്ച്
18,000 കിലോമീറ്റർ വരെയും ഇതിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ കഴിയും. മാക്സിമം ആണ്, ഇതിൻ്റെ മാക്സിമം അത്രയാണ്. ഇതിനാവശ്യമായ ഫ്യൂവൽ എന്നത് 40 ലക്ഷം ലിറ്റർ F76 ഡീസലാണ്, സൾഫർലെസ് ഡീസലാണ്. അപ്പോൾ 40 ലക്ഷം ലിറ്റർ ഡീസൽ, ഇതിനെ 18,000 കിലോമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ ഏതാണ്ട് 200 മുതൽ 230 ലിറ്റർ ഡീസലാണ് ആവശ്യമായി വരുന്നത്, വെറും 1 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ തന്നെ. അടുത്ത ഈ കപ്പലിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ഇതിൽ ഗ്യാസ് ടർബൈൻ എഞ്ചിൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്ത് നമ്മൾ ഈ ഡീസൽ കത്തിച്ച് അതുവഴി നീരാവി ചൂടാക്കി അതിനെ ഒരു പ്രത്യേക പ്രഷർ നോസിലൂടെ ടർബൈൻസിന് ചുറ്റുമുള്ള ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ഷാഫ്റ്റ് ചുറ്റാൻ തുടങ്ങും. ഇത് ഓവർ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ആവുക. അതിനാൽ ഈ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായി കൺട്രോൾ മെക്കാനിസം ഉണ്ടാകും. അങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്ത് ഈ പവറിനെ പുറത്ത് പ്രൊപ്പല്ലർ യൂണിറ്റിലേക്ക് മാറ്റും. ഇതിനെ ഷിഫ്റ്റ് ഗിയേഴ്സ് എന്നാണ് പറയുന്നത്. ഈ പ്രൊപ്പല്ലർ ഗിയേഴ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഗിയേഴ്സ് ആണ് കപ്പലിന്റെ വേഗത തീരുമാനിക്കുന്നത്. അകത്ത് എത്ര തന്നെ ടർബൈൻസ് വേഗത്തിൽ കറങ്ങിയാലും ഈ ഷിഫ്റ്റ് ഗിയേഴ്സ് എന്താണോ തീരുമാനിക്കുന്നത്, ഏത് തരത്തിലാണോ അവ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അതായിരിക്കും ഈ കപ്പലിന്റെ ഔട്ട്പുട്ടായി മാറുക. ഇത് ഗ്യാസ് ടർബൈനെ സംബന്ധിച്ച്. ഇനി ഇലക്ട്രിക് എഞ്ചിൻസിനെ സംബന്ധിച്ച് ഇവിടെ ഒരേ ഒരു മെക്കാനിസം മാത്രമായിരിക്കും മാറുക. നീരാവി ഉപയോഗിച്ച് ഈ എഞ്ചിൻസ് കറങ്ങുന്നതിന് പകരം നീരാവി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഈ ടർബൈൻസ് കറങ്ങുന്നതിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയി ആ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് എൻജിൻസിനെ ഓപ്പറേറ്റ് ചെയ്യും. ഇന്നുള്ള മോസ്റ്റ് ഓഫ് ദ കൺവെൻഷണൽ സബ്മറൈൻസ് ഗ്യാസ് ടർബൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതാണ് റിലയബിൾ. ഇലക്ട്രിക് പവേർഡ് എൻജിൻസ് റിലയബിൾ ആണ്. എന്നാൽ അതിൻ്റെ ടെക്നോളജി ഇപ്പോഴും ഇവോൾവ് ആകാത്തത് കൊണ്ട് എല്ലാവർക്കും വിശ്വാസമുള്ള സ്റ്റീം ടർബൈൻ എൻജിൻസ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്യൂജിയൻ ക്ലാസ്സിലുള്ള കപ്പലുകളിലും ഇതേ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഈ കപ്പലിലുള്ള അമ്മുനേഷൻ സ്റ്റോറേജ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു യുദ്ധക്കപ്പലാണ്. യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആയുധങ്ങളുടെ ആവശ്യകത വളരെ അധികമായിരിക്കും. ആ കപ്പലിന്റെ ആയുധ ഘടനയും അതിനനുസരിച്ചതുപോലെ ആയിരിക്കണം. ജനറലായി നോക്കിയാൽ ആ കപ്പലിന്റെ സെൽഫ് ഡിഫൻസിന് ആവശ്യമായ വെപ്പൺ സിസ്റ്റം, ആ കപ്പലിൽ നിന്നും ഒഫൻസീവ് ലോഞ്ചിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളിലുള്ള ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം ചേർത്ത് നോക്കിയാൽ ശരാശരി ഒരു യുദ്ധവിമാനത്തിൽ ഈ കാറ്റഗറിയിലുള്ള കപ്പലുകളിൽ 4000 മുതൽ 4500 ടൺ അമ്മുനേഷൻസ്, അവർക്കുള്ള വെപ്പൺസ്, ഇതെല്ലാം അവരെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. മാക്സിമം പേലോഡ് ഈ കപ്പലുകളിൽ ഇത്രയാണ്. ഇത് യുദ്ധവിമാനങ്ങൾക്കാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. കാരണം ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൽഫ് ഡിഫൻസിന് പ്രത്യേക എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളായിരിക്കും ഈ കപ്പലിന് ആവശ്യമായ മറ്റ് സംരക്ഷണങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ഇതിന്റെ വെപ്പൺ സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞു, ഫ്യൂൽ കപ്പാസിറ്റിയെ കുറിച്ച് അറിഞ്ഞു, എൻജിൻസ് എങ്ങനെ വർക്ക് ആകുന്നു, എൻജിൻസിന് എങ്ങനെ പവർ നൽകുന്നു, എല്ലാം അറിഞ്ഞു. ഇനി ഒരു 6000 പേരകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതൊരു സാധാരണ കൗണ്ട് അല്ല. ഇപ്പൊ ഇവർക്കുള്ള താമസ സൗകര്യം ഇത് ഏതൊക്കെ കാറ്റഗറിയിലായിരിക്കും വരിക? ഈ വിമാനവാഹിനി കപ്പലിൽ പല നിലകളുണ്ടെന്ന് ഞാൻ ഇതിനകം പറഞ്ഞു. ഒരുപാട് ഡെക്സ് ഉണ്ട്. അതിനനുസരിച്ചതുപോലെ ആയിരിക്കും ഓരോ സൗകര്യവും. ഇപ്പൊ സാധാരണ ഒരു വിമാനവാഹിനി കപ്പലിൽ ഏതൊക്കെ ഡെക്സിൽ എന്തൊക്കെയായിരിക്കും വയ്ക്കുക? ഇപ്പൊ നമ്മൾ അറിഞ്ഞത് കൺവെൻഷണൽ എയർക്രാഫ്റ്റ് കാരിയർ ആണ്, ഡീസൽ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ. ഒരു പക്ഷേ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? അതിന് പിന്നിലുള്ള വിശദാംശങ്ങളും നമുക്കിപ്പോൾ അറിയാം. ഇതിനും അതിനും പ്രധാനമായി ഒരു കാറ്റഗറിയിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരിക. ഈ ഫ്യൂജിയൻ ക്ലാസ് തന്നെ എടുത്താൽ ഇതിന്റെ ടോപ്പ് ഡെക്കിൽ മുകളിലുള്ളത് ഫ്ലൈറ്റ് ഡെക്ക് ആണ്. അവിടെ റൺവേ, കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം, ഇതെല്ലാം ആ മുകളിലത്തെ ഡെക്കിൽ വരും. രണ്ടാമത്തെ ലെവലിൽ വെതർ ആൻഡ് അപ്പർ സൂപ്പർ സ്ട്രക്ചർ ആണ്. ഈ എയർക്രാഫ്റ്റ് കാരിയറിന് ആവശ്യമായ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സും അത് സംബന്ധിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റംസ് എല്ലാം ഈ രണ്ടാമത്തെ ലെയറിലാണുള്ളത്. ഇതിനെ ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ ഫംഗ്ഷനിങ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. എത്ര തന്നെ ഇത് ഓപ്പറേറ്റ് ആകാൻ താഴെയുള്ള ക്രൂ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താലും ഇവർക്ക് ആവശ്യമായ മുഴുവൻ ഇലക്ട്രിസിറ്റി, അത് സംബന്ധിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, ഇവർക്ക് ആവശ്യമായ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ ഷെയറിംഗ് എല്ലാം ഈ രണ്ടാമത്തെ ഡെക്കിലാണ് സംഭവിക്കുന്നത്. ഈ മൂന്നാമത്തെ ഡെക്ക് ഹാങ്ങർ ഡെക്ക്, ഇതും അപ്പർ ലെവലിലാണ് വരിക. അതായത് ഈ വിമാനങ്ങളെ സർവീസ് ചെയ്യുന്ന സ്ഥലം, വിമാനങ്ങളെ സ്റ്റോർ ചെയ്തു വയ്ക്കാൻ 2 ഡെക്ക് ചൂസ് ചെയ്യും. ഒന്ന് മുകളിലുള്ളത്, പിന്നീട് 2 ലെയർ കഴിഞ്ഞ് താഴെയുള്ള ലെവൽ, ഇങ്ങനെ 2 ലെവൽ ചൂസ് ചെയ്യും. ഇതിൽ മൂന്നാമതായി ഉള്ളതാണ് അപ്പർ ലെവൽ. മൂന്നാമത്തെ ലെയർ ഡെക്കിലായിരിക്കും ഇത് വരിക. നാലാമതായി ഉള്ളത് ഹാങ്ങർ ലോവർ. മുകളിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ എല്ലാം ഈ സർവീസ് ഡെക്സിൽ വെച്ച് ഇവരെ കൊണ്ട് സർവീസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ സപ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാ ഡെക്സിലും ഇവരെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒഴിവാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ ശരിയാക്കാനായി ചില സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉള്ള ലോവർ ഹാങ്ങർ ഉണ്ടാകും. അവസാനം 5ാമത്തേത് വെപ്പൺസ് ഹാൻഡ്ലിംഗ് ഫ്ലൈറ്റ് ഓപ്പറേഷൻ.
പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഇതാണ്. ഈ 5ാമത്തെ ലെവലിലുള്ള ഡെക്ക് എന്നത് പൂർണ്ണമായും ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടുണ്ട്. വെപ്പൺസ് ലോഡിംഗ്, വെപ്പൺസ് അൺലോഡിംഗ്, ഒരു വിമാനത്തിൽ ഏതൊക്കെ വെപ്പൺസ് ഫിക്സ് ചെയ്യണം, ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ വിമാനങ്ങൾക്ക് എങ്ങനെയുള്ള വെപ്പൺസ് ഫിക്സ് ചെയ്യണം, ഇങ്ങനെ പ്ലാനിംഗ് മുതൽ ആർമമെന്റ്സ് എല്ലാം ഈ ഡെക്കിലാണ് സംഭവിക്കുന്നത്. 6ാമത്തെ ഡെക്ക് ഇത് ക്രൂ ഹാബിറ്റബിലിറ്റി, ഗാലറി, ഹോസ്പിറ്റബിലിറ്റി ഇവയെല്ലാം ഈ ഒരു ഡെക്കിലായിരിക്കും വരിക. വീണ്ടും ഒരു ചെറിയ കാര്യം പറയാം. ഈ വിമാനവാഹിനി കപ്പലിനുള്ളിൽ ഒരു വലിയ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാകും. പൊതുവെ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ 5 മുതൽ 6 ഓപ്പറേഷൻ തിയേറ്റർ വരെ ഉണ്ടാകും. ഇത് മിനിമം ആണ്. മാക്സിമം 13-14 വരെയും ഉണ്ടാകും. ചില കപ്പലുകളിൽ 18ഓളം ഉണ്ട്. ICU യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം 6 ഓപ്പറേഷൻ തിയേറ്റേഴ്സോളം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. മാത്രമല്ല ഈ ബെഡ് ഫെസിലിറ്റിയെ സംബന്ധിച്ച് വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. 120 ബെഡ്സോളം ഒരു കമ്പാർട്ട്മെന്റിൽ വയ്ക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവരുടെ ഗ്രോസറീസ്, ഇവിടെ എസെൻഷ്യൽ ഫുഡ്സ്, വെള്ളം കൂടുതലായും പ്യൂരിഫൈ ചെയ്തെടുത്ത് കൊണ്ടുവരും. എന്നാൽ അതല്ലാതെ ബാക്കിയുള്ള ആവശ്യകത, എസെൻഷ്യൽ നീഡ്സ് ആയ ബ്രെഡ്, പാൽ, ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഇവയെല്ലാം വയ്ക്കാൻ വേണ്ടി മാത്രം 800 ടൺ കപ്പാസിറ്റിയുള്ള സ്റ്റോറേജ് സ്പേസും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്രൂ മെമ്പേഴ്സിന്റെ എസെൻഷ്യൽ നീഡ്സിന് വേണ്ടി മാത്രം. അടുത്ത 7ാമത്തെ ഡെക്ക് ഇത് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. 8ാമത്തെ ഡെക്കാണ് പ്രധാനപ്പെട്ടത്, അഡ്മിനിസ്ട്രേഷൻ ഡെക്ക്. പ്രധാനപ്പെട്ട പല മീറ്റിംഗ്സ് കൂടാതെ ഈ കപ്പൽ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇതിന്റെ പൂർണ്ണ അഡ്മിനിസ്ട്രേഷനും ഈ 8ാമത്തെ ഡെക്കിലാണ് നടക്കുക. ഈ 9ാമത്തെ ഡെക്കാണ് ന്യൂക്ലിയർ പവേർഡ് കാറ്റഗറിക്കും ഈ ഒരു കരിയറിനും തമ്മിലുള്ള വ്യത്യാസം നൽകുന്നത്. കാരണം ഈ ഡെക്കിലാണ് ഏവിയേഷൻ ഫ്യൂവൽ, ഈ കപ്പലിന് ആവശ്യമായ ഫ്യൂവൽ, പ്രധാനപ്പെട്ട പല ഫ്ലേമബിൾ സബ്സ്റ്റൻസ്, ലിക്വിഡ് ഐറ്റംസിലുള്ള ഓയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഡെക്കിലാണ്. 10ാമത്തേത് എമുനേഷൻ ഹാൻഡ്ലിംഗ്. നേരിട്ട് ഫ്യൂവൽ ഡെക്കിന് കീഴിൽ തന്നെ എമുനേഷൻ ഡെക്ക് വയ്ക്കുമോ? ഇങ്ങനൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് വരാം. ആക്ച്വലി ഇതെല്ലാം ഒഫീഷ്യലായി ചൈനയുടെ ഗവൺമെന്റിൽ നിന്ന് വന്ന വാർത്തകളാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ഇതൊക്കെ നീ ചെന്ന് കണ്ടിട്ടാണോ വന്ന് പറയുന്നത് എന്ന്. അല്ല, അവരുടെ സൈഡിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ, അവർ നൽകിയ വിശദാംശങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്രോസ് വെരിഫിക്കേഷൻസ് ചെയ്ത് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ താഴെയുള്ള ഈ 10ാമത്തെ കമ്പാർട്ട്മെന്റ്, ഈ ഡെക്കിൽ പൂർണ്ണമായും എമുനേഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡെക്സ് ഉണ്ടോ എന്ന് അറിയില്ല. ഇതിന് താഴെയുള്ള യൂണിറ്റ് ഇപ്പോൾ MT ഡെക്കൊക്കെ നൽകി അതിൽ കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണെങ്കിൽ ഈ ഡെക്കിന് കീഴിൽ വീണ്ടും എക്സ്ട്രാ 2 ഡെക്സ് ഉണ്ടാകും. റിയാക്ടർ കോറിന് വേണ്ടി പ്രത്യേക ഒരു ഡെക്ക്, കൂളിംഗ് സിസ്റ്റം, അതിനാവശ്യമായ ഹാർഡ് വാട്ടർ ഇവയെല്ലാം കണ്ടെയ്ൻ ചെയ്ത് അതിനെ കൂൾ ചെയ്യാൻ മറ്റൊരു ഡെക്ക്, ഇങ്ങനെ എക്സ്ട്രാ വീണ്ടും 2 കമ്പാർട്ട്മെന്റ്സ് അവർ ആഡ് ചെയ്യേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ ഈ കപ്പലുകളുടെ സൈസ് വീണ്ടും വലുതാകുമല്ലോ. അപ്പോൾ ഈ വിമാനവാഹിനി കപ്പലുകളെക്കാളും അത് വലുതാണോ? അത് അത്ര വലുതാണെങ്കിൽ വീണ്ടും വെപ്പൺസ് എടുത്തുകൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വെപ്പൺസ് അതിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതുവരെ നമ്മൾ കണ്ടത് ഈ വിമാനവാഹിനി കപ്പൽ എന്താണ്, ഇതിൽ ഏതൊക്കെ സിസ്റ്റംസ് ഉണ്ട്, അതിന്റെ ആർമമെന്റ്സ് എങ്ങനെ വർക്കാകുന്നു, അതിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നു എല്ലാം അറിഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ കപ്പലുമായി കമ്പയർ ചെയ്യുമ്പോൾ ചൈനയുടെ വിമാനവാഹിനി കപ്പൽ ഒരല്പം ചെറുതാണ്. ഒരു 15,000 ടൺ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ മടങ്ങത് സൈസിൽ വലുതാണ്. നമ്മൾ ഇപ്പോഴാണ് ടെക്നോളജിയിൽ വളരുന്നത്. ചൈനയ്ക്ക് ഇതിനകം അവരുടെ രാജ്യത്ത് നിർമ്മിച്ച കപ്പലുകൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എന്നാണോ തദ്ദേശീയമായി ഒരു കപ്പൽ നിർമ്മിച്ച് അവസാനിപ്പിക്കുന്നത് അന്ന് മാത്രമേ നമുക്കും അവരെ പോലെ മാച്ച് ചെയ്യാൻ കഴിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷണൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നത് ഒരുപാട് ചിലവുകളും കൊണ്ടുവരും. ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ നോക്കിയാൽ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. കാരണം അതിനുശേഷം മെയിൻ്റനൻസ് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ കാണില്ല. കാരണം അതിൽ ന്യൂക്ലിയർ എനർജി ഫ്യൂവലായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫ്യൂവലിന്റെ കോസ്റ്റ് എന്നത് വളരെ കൂടുന്നുണ്ട്. നമ്മുടെ റേറ്റ് അല്ല പറയുന്നത്, ഗവൺമെന്റ് ആണ് ഇത് നൽകുന്നത്, ഗവൺമെന്റ് ആണ് ഫണ്ടിങ് എല്ലാം നൽകുന്നത്. പക്ഷെ ഇതെല്ലാം വളരെ ഹൈ വാല്യൂബിൾ അസറ്റ്സ് ആണ്. ഒരു എയർക്രാഫ്റ്റ് കാരിയേഴ്സിന് എതിരെയുള്ള വെപ്പൺ സിസ്റ്റംസ് എല്ലാം ഇവോൾവ് ആകുന്നുണ്ട്. അതിനനുസരിച്ചതുപോലെ എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഇവോൾവ് ആകുന്നുണ്ട്. ചൈനയുടെ പക്കലുള്ള മറ്റ് എയർക്രാഫ്റ്റ് കാരിയേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ളൊരു വ്യത്യാസം, ഇതിൽ കാറ്റപോൾ ലോഞ്ച് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കപ്പലിന്റെ കാറ്റഗറി തന്നെ മാറ്റിയിട്ടുണ്ട്. ചൈനയ്ക്ക് മുൻപുണ്ടായിരുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലുകളിലെല്ലാം 40 ഫൈറ്റർ ജെറ്റ്സ് ലോഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു അത് ചെയ്തിരുന്നത്. അത് തന്നെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ഇതിൽ 60 എന്ന കൗണ്ട് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചൈനയ്ക്കുള്ള ഒരു വലിയ വിജയമാണ്. ഇത് നമുക്കും കൺസേണിംഗ് ആയ ഒന്നാണ്. അവരതിൽ സാധിച്ച് കാണിച്ചു. അവിടെ പക്കല ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമ്മെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് നമ്മുടെ ടെക്നോളജി ഉയർത്താൻ സാധിക്കും? ഇതൊക്കെ നമ്മൾ ഗവേഷണം നടത്തി പഠിച്ചാൽ മാത്രമേ അവരെ മാച്ച് ചെയ്യുന്നൊരു സാങ്കേതിക വിദ്യ നമ്മെക്കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കൂ. ആദ്യം ശത്രുവിന്റെ ബലം നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
വെറുതെ പേരിനെ പറയാം, ചൈന വേസ്റ്റ്, ചൈന ഡമ്മി എന്നൊക്കെ പറയാം. പക്ഷേ പാകിസ്ഥാൻ ആയാലും ചൈന ആയിരുന്നാലും ചൈനയൊക്കെ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ നോക്കിയാൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളിവിടെ കേസ് സ്റ്റഡിയായി എടുത്ത് ചെയ്താൽ അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ടെക്നോളജീസ് നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ടെക്നോളജീനെ എത്രത്തോളം ഉയർത്തണം, പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ എയർക്രാഫ്റ്റ് കരിയറിനെ കുറിച്ച് സംസാരിച്ചത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് തരിക. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ പിഴവുകളോ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിയാവുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.